ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 6 വർഷത്തിനിടെ രാജ്യത്ത് 17 കോടി അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് 7 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ 1 വർഷത്തേക്ക് സൌജന്യമാക്കി. നവരാത്രി അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തു. ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്ക് വയലാർ അവാർഡ്. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. മത്സരം കൊളംബോയിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. വാർത്തകൾ വിശദമായി. 6 വർഷത്തിനിടെ രാജ്യത്ത് ഏകദേശം 17 കോടി അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സർക്കാർ. 2017-18 47 കോടി 50 ലക്ഷമായിരുന്ന രാജ്യത്തെ തൊഴിലവസരങ്ങൾ 2023-24 64 കോടി 33 ലക്ഷമായി ഉയർന്നതായി തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. കൂടാതെ തൊഴിലില്ലായ്മ നിരക്ക് 6% നിന്നും 3.2% കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിനിടെ 1 കോടി 56 ലക്ഷത്തിലധികം സ്ത്രീകൾ തൊഴിൽ നേടിയതോടെ തൊഴിൽ മേഖലയിലെ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് സ്ത്രീകളാണെന്നും സ്കിൽ ഇന്ത്യ, റോസ്ഗാർ മേളകൾ, PM വിശ്വകർമ്മ പദ്ധതി, MGNREGA, PM വികസിത് ഭാരത് റോസ്ഗാർ യോജന, ലഖ്പതി ദീദി പദ്ധതി തുടങ്ങിയ സംരംഭങ്ങളും ഈ വളർച്ചയ്ക്ക് കാരണമായെന്നും മന്ത്രാലയം അറിയിച്ചു. 7 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ രാജ്യത്ത് 1 വർഷത്തേക്ക് സൌജന്യമാക്കി. ഏകദേശം 6 കോടി കുട്ടികൾക്ക് ആനുകൂല്യം ലഭിക്കുമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആധാർ നൽകുമ്പോൾ അടിസ്ഥാന രേഖകളായി ഫോട്ടോ, പേര്, ജനന തീയതി, ലിംഗം, വിലാസം തുടങ്ങിയ വിവരങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. വിരലടയാളവും ഐറിസ് സ്കാനും ആ പ്രായത്തിൽ പകർത്താറില്ല. 5 വയസ്സിൽ അവ പൂർണ്ണമായി വികസിക്കില്ല എന്നതിനാലാണ് നടപടി. 15 വയസ്സ് തികയുമ്പോൾ ബയോമെട്രിക് വിവരങ്ങൾ വീണ്ടും പുതുക്കണം. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ലളിതകലാ അക്കാദമി സ്ഥാപിക്കുന്ന മ്യൂസിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിഖ്യാത ചിത്രകാരൻ A. രാമചന്ദ്രന്റെ ചിത്രങ്ങളും ശില്പങ്ങളുമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുക. സംസ്ഥാന ജൈവ വൈവിധ്യ അവാർഡ് ദാനവും സമ്പർക്ക സദസ്സും ഈ മാസം 7-ന് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സ്പീക്കർ AN ഷംസീർ അധ്യക്ഷനാകും. മന്ത്രി MB രാജേഷും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖ്യാതിഥികളാകും. ജൈവ വൈവിധ്യ ബോർഡിന്റെ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനവും ഉണ്ടാകും. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നവരാത്രി അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം നാളെ വീണ്ടും ചേരും. 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നാളെ നടക്കും. 2025 മലയാള ഭാഷാ ബിൽ, 2025 കേരള പൊതുസേവനാവകാശ ബിൽ ഉൾപ്പെടെയുള്ള വിവിധ ബില്ലുകളുടെ അവതരണവും നാളെ സഭയിൽ നടക്കും. ഭരണഘടനയുടെ 346, 347 അനുച്ഛേദ പ്രകാരം സംസ്ഥാനത്തെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാള ഭാഷ ഉപയോഗിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. മലയാള ഭാഷാ വികസന ഡയറക്ടറേറ്റും രൂപവൽക്കരിക്കും. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് ശേഷം മാതൃക്ഷേത്രങ്ങളിലേക്കുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്കയാത്ര തുടരുന്നു. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം ഇന്നലെ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട നവരാത്രി വിഗ്രഹങ്ങൾ നെയ്യാറ്റിൻകരയിലെ വിശ്രമത്തിന് ശേഷം ഇന്ന് രാവിലെ മടക്കയാത്ര തുടർന്നു. ഇന്ന് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം നാളെ വൈകുന്നേരം പത്മനാഭപുരത്ത് എത്തും. ഹോമപുരക്കുളത്തിലെ ആറാട്ടിന് ശേഷം നാളെ സരസ്വതി ദേവിയെ തേവാരക്കെട്ടിൽ പൂജയ്ക്കിരുത്തും. കുമാരസ്വാമി വിഗ്രഹത്തെ നാളെ വൈകുന്നേരം വേളിമലയിലേക്ക് എഴുന്നള്ളിക്കും. കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ പൂജയ്ക്കിരുത്തുന്ന 300 അംഗ വിഗ്രഹത്തെ ചൊവ്വാഴ്ച ശുചീന്ദ്രത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്കയാത്ര സമാപിക്കും. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തു. ദേവസ്വം വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ നൽകിയ മൊഴികളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയതോടെയാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. വലിയ കടക്കിണിയിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ വിഷൻ 2031 വികസിത സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടാണ് ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ വന്ന CAG റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ വലിയ കടക്കണിയിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലല്ല കേരളം.
ഇന്ത്യയിലെ ഏറ്റവും താഴെയുള്ളൊരു സ്റ്റേറ്റിൻ്റെ കണക്കിലേ അല്ല, നമ്മളെക്കാളും പ്രമുഖമായ സ്റ്റേറ്റുകൾ അങ്ങനെ ഉണ്ട് എന്നുള്ള സ്ഥിതിയുണ്ട്. വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന്. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക അധ്യാപക ദിനത്തിൽ ഡൽഹി മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പ്രത്യേക പതിപ്പിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എല്ലാ പൌരന്മാരും തങ്ങളുടെ ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും ആരോഗ്യത്തിനും സ്വാശ്രയത്വത്തിനും വേണ്ടി പ്രതിജ്ഞയെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്പോർട്സിനൊപ്പം 1 മണിക്കൂർ എന്ന ഫിറ്റ് ഇന്ത്യ മുദ്രാവാക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഭാവി ചാമ്പ്യന്മാരെ പ്രചോദിപ്പിക്കുന്നതിലും അധ്യാപകർ വഹിക്കുന്ന പങ്കിനെ അംഗീകരിച്ച് ലോക അധ്യാപക ദിനത്തിലെ ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടി അധ്യാപകർക്ക് ആദരമായാണ് സമർപ്പിച്ചിരിക്കുന്നത്. കൈത്തറി, കരകൌശല, തുണിത്തര ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാൻ സ്വദേശി പ്രചാരണവുമായി ടെക്സ്റ്റൈൽസ് മന്ത്രാലയം. തദ്ദേശീയ വസ്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, യുവജനങ്ങൾക്കിടയിൽ ഇന്ത്യൻ വസ്ത്രങ്ങളെ അഭിമാനത്തിന്റെയും ഫാഷന്റെയും ചിഹ്നമായി ഉയർത്തിക്കാട്ടുക, ആത്മനിർഭർ ഭാരത് ആശയത്തിന് പ്രാധാന്യം നൽകുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. സ്വദേശി വസ്ത്രം രാജ്യത്തിന്റെ അഭിമാനം, ഭാരതത്തിന്റെ അടയാളം എന്ന മുദ്രാവാക്യത്തോടെയാണ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛ ഭാരത സേവ 2025 ഭാഗമായി കണ്ണൂർ ചിറക്കൽ ശ്രീമംഗലം വയോജന സേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചിറക്കൽ ചിറയുടെ സമീപം ശുചീകരണം നടത്തി. രാവിലെ സേവാ കേന്ദ്രത്തിലെ അംഗങ്ങളും വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം KV സിന്ധു ഉദ്ഘാടനം ചെയ്തു. മാഹി സെന്റ് തെരേസ ബസിലിക്കയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിന് കൊടിയേറി. റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. അൾത്താരയിലെ രഹസ്യ അറയിൽ നിന്ന് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിക്കുന്നതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. വൈകിട്ട് ഡോക്ടർ ഫാദർ ജെറോം ചിങ്ങന്തറയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടക്കും. ഈ മാസം 12 വൈകിട്ട് കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കന്തലയുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി അർപ്പിക്കും. തിരുനാൾ ജാഗരത്തിൽ നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപതാ വികാരി ജനറൽ ജൻസൺ പുത്തൻവീട്ടിൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നഗരപ്രദക്ഷിണവും ഉണ്ടാകും. 15 പുലർച്ചെ 1 മുതൽ 6 വരെ ശയന പ്രദക്ഷിണം നടക്കും. ലെവൽ ക്രോസുകളില്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കിഫ്ബി സഹായത്തോടെ 99 റെയിൽവേ മേൽപ്പാലങ്ങളാണ് നിർമ്മിക്കുക. ഇതിൽ 23 എണ്ണത്തിൽ കേന്ദ്ര സർക്കാർ പങ്കാളിത്തം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ആലുവ പുറയാർ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഏറ്റെടുക്കുന്നത്. പഠനം ഉത്സവമാക്കുന്ന MRSകളിലും ഹോസ്റ്റലുകളിലും സാമൂഹ്യ പഠന മുറികളിലും പ്രത്യേക പരിപാടികൾ നടത്തുമെന്ന് മന്ത്രി OR കേളു സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ഈ മാസം 2 മുതൽ 15 വരെയാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ വടക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, വടക്കുകിഴക്കൻ അറബിക്കടൽ, മധ്യ അറബിക്കടൽ എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ 2ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. കൊളംബോയിലെ R പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ 59 റൺസിന് തോൽപ്പിച്ചു. കേരള സൂപ്പർ ലീഗിന്റെ 2ാം സീസണിൽ തിരുവനന്തപുരം കൊമ്പൻസ് ഇന്ന് കളത്തിലിറങ്ങും. കണ്ണൂർ വാരിയേഴ്സുമായാണ് പോരാട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 6 വർഷത്തിനിടെ രാജ്യത്ത് 17 കോടി അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് 7 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ 1 വർഷത്തേക്ക് സൌജന്യമാക്കി. നവരാത്രി അവധിയുടെ ഇടവേളയ്ക്ക് ശേഷം 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തു. ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്ക് വയലാർ അവാർഡ്. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. മത്സരം കൊളംബോയിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.